ഒരു വലിയ സംഘം തന്നെ ഇപ്പോൾ മുണ്ടക്കൈ ടോപ്പിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തകർന്നുപോയ വീടുകളല്ല, അതോടൊപ്പം തന്നെ ഈ തകരാതെ കിടക്കുന്ന വീടുകളുടെ ഉള്ളിലും തകർന്ന വീടുകളുടെ ഭാഗമായി ഉള്ള സ്ഥലത്തെ ചതുപ്പുകളും ഒക്കെ നീക്കിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഒരു ടാറ്റ ഹിറ്റാച്ചിയിൽ ഇത് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടെ സംശയം തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ സന്നദ്ധ സംഘവും അതോടൊപ്പം തന്നെ മിലിറ്ററിയുടെ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുകയാണ്. ഓരോ ഇഞ്ചും വിടാതെയുള്ള പരിശോധന എന്ന് നമുക്ക് പൂർണ്ണമായും പറയാം. കാരണം എവിടെയെങ്കിലും അവശിഷ്ടങ്ങളോ അതല്ലെങ്കിൽ മൃതദേഹങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. ജീവൻ്റെ ഒരു തുടിപ്പ് കാണുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധ വരുവാൻ വേണ്ടിയുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലേക്ക് ഓരോ വീടുകളും ഒരു സ്ഥലം പോലും വിട്ടുപോകാതെ ഓരോ വീടുകളിലും നിരവധി പേർ നിന്നുകൊണ്ടുള്ള പരിശോധന നടക്കുകയാണ്. പല വീടുകളുടെയും ഭാഗത്ത് കിണർ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. സെപ്റ്റിക് ടാങ്കുണ്ട്, അവിടെ പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ വീടുകൾ പൂർണ്ണമായും അരിച്ചു പെറുക്കിയുള്ള പരിശോധനയാണ് മിലിറ്ററി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം വനമേഖലയാണ് നമുക്കറിയാം. ഇതിന് മുകളിലേക്ക് ആ വനമേഖലയിലേക്ക് ഫോറസ്റ്റ് നേതൃത്വത്തിലുള്ള സംഘവും പരിശോധന നടത്തുന്നുണ്ട്. ചതുപ്പിലും തടികൾക്കിടയിലും പാറകൾക്കിടയിലുമൊക്കെ എന്തെങ്കിലും ഒരു സൂചനകൾ ജീവൻ്റെ തുടുപ്പുകൾ ഉൾപ്പെടെ ഉണ്ടോ എന്നുള്ള പരിശോധന വളരെ കൃത്യമായി നടക്കുന്നു. 40 സംഘങ്ങളാണ് ഇപ്പോൾ പരിശോധനയ്ക്കുള്ളത്. 206 പേരെയാണ് കാണുവാനില്ല എന്നുള്ള പ്രാഥമിക കണക്കുള്ളത്. മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ വ്യക്തമായ ധാരണയില്ല എങ്കിലും അവരിൽ ഏകദേശം ഈ 206 തന്നെ അവരും ഉൾപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ഇവിടെ അധികാരികളുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ കണ്ടെത്തേണ്ടതുണ്ട്. ആ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധന നടക്കുന്നത്. ഒരുപക്ഷെ മുണ്ടക്കൈ ടോപ്പിൽ ഈ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ളവർ ഒലിച്ച് താഴേക്ക് പോയി ചൂരൽമലയിലൂടെ പോയി വെള്ളാർമല കടന്ന് അങ്ങ് സൂചിപ്പാറ വരെ പോയി അതുവഴി ചാലിയാർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ദൂരം ഇവർക്ക് സഞ്ചരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാത്രം ഇതൊക്കെ ലഭിക്കുകയുള്ളൂ എന്നുണ്ട്. പക്ഷേ എങ്കിലും വിടാതെ ഓരോ സ്ഥലവും പരിശോധിക്കുകയാണ്. നമ്മളിപ്പം മുണ്ടക്കൈ ടോപ്പിലെ കടകളുടെ ദൃശ്യമാണ് കാണുന്നത്. ആ കടകൾ ഓണത്തിനോടനുബന്ധിച്ച് അവർ കച്ചവടത്തിന് കൊണ്ടുവന്ന സാധനങ്ങൾ അങ്ങനെയുള്ളത് ആ കടകളൊന്നും ഇപ്പോൾ ഇല്ല. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ മാത്രമേ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ, മറ്റൊന്നുമേ ഇല്ല. അപ്പോൾ ആ കടകളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഇഞ്ചും വിടാതെ വളരെ കൃത്യമായിട്ടുള്ള പരിശോധന, വളരെ സാവധാനമാണ് ഈ പരിശോധന നടക്കുന്നത്. കാരണം പെട്ടെന്ന് കാട്ടിക്കൂട്ടി പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് കെഡാവർ ഡോഗ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന. ഓരോ സ്ഥലവും പരിശോധിക്കുമ്പോൾ സംശയം തോന്നുന്നെങ്കിൽ ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഡോഗ്സിനെ കൂടി ഇറക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള പരിശീലനം ലഭിച്ച ഡോഗ്സ് ഓരോ പ്രധാനപ്പെട്ട ട്രൂപ്പിന്റെയും ഒപ്പമുണ്ട്. അവരും ഇതിനോടകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ, കണ്ടെത്തിയിട്ടുണ്ടോ? ഇതുവരെ ഒരു മൃതദേഹം കണ്ടെത്തിയത് കെഡാവർ ഡോഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള ഈ 5 ദിവസത്തെ പരിശോധനയിൽ 9 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത് കെഡാവർ ഡോഗ്സിന്റെ സഹായത്തോടു കൂടിയാണ്. ഡോഗ്സ് സ്പോട്ട് ചെയ്യുന്ന സ്ഥലം പരിശോധിക്കുന്നത്. ഏതെങ്കിലും അവിടെ സ്പോട്ട് ചെയ്യാൻ നായകായിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല ഇതുവരെ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ മുണ്ടക്കൈ പ്രദേശം എന്ന് പറയുന്നത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് വലിയ പാറകളും വെള്ളവും കുത്തൊഴുക്ക് അങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മനുഷ്യരും ഇവിടെ ഉണ്ടായിരുന്ന കന്നുകാലികൾ ഉൾപ്പെടെ എല്ലാം ഇവിടുത്തെ വീടുകളുടെ അവശിഷ്ടങ്ങൾ വരെയും അങ്ങ് താഴെ ചൂരൽമലയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് അത്തരമൊരു സാധ്യത വളരെ കുറവാണ്. ഇനി എങ്ങാനും കണ്ടാലോ എന്നുള്ള രീതിയിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇന്നലെ തെർമൽ പരിശോധന വരെ ഈ മുണ്ടക്കൈ ടോപ്പിൽ നടത്തിയിരുന്നു. എന്നിട്ടും ഒന്നുമേ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. എങ്കിലും അവർ പരിശോധിക്കുന്നു എന്നുള്ളതാണ്. കാരണം പൂർണ്ണമായും ഓരോ ഏരിയ മാപ്പ് ചെയ്തുകൊണ്ട് ആ ഏരിയയിൽ ഒന്നുമില്ല എന്ന് ക്ലിയർ ചെയ്തിട്ടാണ് മിലിറ്ററി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമയമെടുക്കുന്നതും. ഡോഗ്സും ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇതുവരെ ഒരു സ്ഥലവും ഡോഗ്സ് പോയിന്റ് ചെയ്തിട്ടില്ല. എങ്കിലും പരിശോധന ആരംഭിച്ചതേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ 7 മണി മുതലാണ് പരിശോധന സ്റ്റാർട്ട് ചെയ്തത്. ഇനിയും തുടർന്ന് വൈകിട്ട് 6 മണി വരെ, അതായത് ഇരുട്ട് വീഴും വരെ ഇവിടെ പരിശോധനയുണ്ടാകും. ഇവിടുത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് മുണ്ടക്കൈ പ്രദേശത്ത്. അതുകൊണ്ട് ഇരുട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ പരിശോധന അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതനുസരിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. നാട്ടുകാരുടെ സഹായം, മുണ്ടക്കൈ പ്രദേശത്തുള്ള അവശേഷിക്കുന്ന നാട്ടുകാരുടെ സഹായവും ഇവർ തേടിയിട്ടുണ്ട്. അവരും ഓരോ പ്രദേശങ്ങളും വീടുകൾ അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ ഇവയ്ക്ക് എത്ര പേരുണ്ടായിരുന്നു, അവരൊക്കെ എവിടേക്ക് ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങളും കണക്കുകളും നോക്കാൻ വേണ്ടി അവരുടെ സഹായവും നേടിയിട്ടുണ്ട്. വനത്തിൽ ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിലുമുള്ള പരിശോധന നടക്കുന്നുണ്ട്.
വളരെ സാവധാനമാണെങ്കിലും കൃത്യമായിട്ട് എല്ലാ മേഖലയും പരിശോധിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ. മോത്തി. ശരി, മാർഷൽ മുണ്ടക്കയിൽ ടോപ്പിൽ നിന്നുള്ള വിവരങ്ങളാണ് മാർഷൽ വി സെബാസ്റ്റ്യൻ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ കൃത്യമായി തന്നെ ലക്ഷ്യം കാണണമെന്ന ഉദ്ദേശത്തിൽ തന്നെ അത്രയും പദ്ധതി ഇട്ടുകൊണ്ടുള്ള ഒരു കാര്യക്ഷമമായ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് മാർഷൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഘാംഗങ്ങൾക്കൊക്കെ പ്രത്യേക നിർദ്ദേശമുണ്ട്, ഒരു സംഘ തലവനുണ്ട്. അവരുടെ നേതൃത്വത്തിൽ കുറച്ച് സാവധാനത്തിലാണ് കാര്യങ്ങൾ എങ്കിൽ പോലും വളരെ വ്യക്തമായി ഓരോ മേഖലയും കണ്ടെത്തി അവിടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ, ജീവന്റെ തുടുപ്പെങ്കിലും ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആരുടെയെങ്കിലും ദേഹങ്ങൾ അവിടെ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുമോ തുടങ്ങിയ തരത്തിലുള്ള തെരച്ചിലാണ് നടക്കുന്നത്.